C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്നത്തേക്കാളും സുരക്ഷിതമായി, സമാധാനമായി ഇന്നാണ് ഈ അടുത്ത കാലത്തിനിടയ്ക്ക് നീ ഉറങ്ങുന്നതല്ലേ? നീ ഇവിടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോ ഉറക്കം നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ ഒരാൾ വർമ്മൻ വില്ലയിലുണ്ട്. ആ വീട്ടിൽ വേറൊരാളെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നിന്നെ മാത്രം ഓർത്തിരിക്കുന്ന, നിന്നെ മറക്കാത്ത, നീ മറക്കാത്ത ഒരാളുണ്ടിവിടെ. എനിക്ക് പകരം വന്ന നീ എന്നേക്കാൾ രവിയെ സ്നേഹിക്കുന്നുണ്ട്. രവി തിരിച്ചു. നിസ്സഹായ അവസ്ഥയിലായിരുന്നതുകൊണ്ടാവും നീ ഇറങ്ങിപ്പോരാൻ തുടങ്ങിയപ്പോ രവി തടയാത്തത്, നിന്റെ തീരുമാനത്തിനൊപ്പം നിന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ ശ്രീലക്ഷ്മിക്ക്? സ്വന്തം ഇഷ്ടത്തെക്കാളും സമാധാനത്തെക്കാളും നിന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം തരുന്നതുകൊണ്ട്. രാജനാഥനെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്നിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി. പലരുടെയും കണ്ണിലെ കരടായി ഞാൻ മാറി. രവി സാറിന് പോലും സമാധാനം കിട്ടില്ലെന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് അവിടം വിട്ട് വരേണ്ടി വന്നത്. എന്നെ നോക്കിയാണ് പലരും പലതും പറയുന്നതെങ്കിലും ആ മൂർച്ചയുള്ള വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത് സാറിൻ്റെ നെഞ്ചിലേക്കാണ്. അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ പല ആവർത്തി ഞാൻ തീരുമാനിച്ചത്. പക്ഷെ രാജനന്ദിനിക്ക് തന്ന വാക്ക്, ആ ഒരൊറ്റ കാരണത്താലാണ് ഞാനൊരു രവിസാറിൽ നിന്ന് പോലും എല്ലാം ഒളിപ്പിച്ചത്. എല്ലാം എനിക്ക് മനസ്സിലായി ശ്രീലക്ഷ്മി. എന്റെ അവസ്ഥ നിനക്ക് വരരുത്. എന്നെ പിരിഞ്ഞപ്പോഴുള്ള അവസ്ഥ രവിക്കും. വളരെ കുറഞ്ഞ കാലയളവാണ് എന്റെയും രവിയുടെയും ജീവിതം. ആ കാലയളവിനുള്ളിൽ ഒരു ജന്മം മുഴുവനുള്ള സ്നേഹം രവി എനിക്ക് തന്നു. കൂടുതലായതുകൊണ്ടാവും എനിക്ക് രവിയുടെ സ്നേഹം ഇനിയും അനുഭവിക്കണമെന്ന് തോന്നിയതും ഞാൻ ശ്രീലക്ഷ്മിയായി പുനർജനിച്ചതും. എന്നാൽ ഇന്ന് ജീവന് തുല്യമായി കണ്ട് സ്നേഹിച്ച ശ്രീലക്ഷ്മി തന്നെ രവിയിൽ നിന്നും അകന്നു മാറി വന്നിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.